സിബി മലയിലിൻ്റെ അക്ഷരം ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ഞാൻ അഭിനയിച്ചു. മണിക്കൊരു ബ്രേക്കായിരുന്നു. മണിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുത്തിയ രംഗമുണ്ട്. തീർച്ചയായിട്ടും മെലിഞ്ഞ് സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടപ്പെട്ട അതേ അല്ല മണി. മണിയുടെ സ്വതസിദ്ധമായ സ്വഭാവം പ്രതിഫലിപ്പിച്ച വളരെ രസകരമായ രംഗം. ഇപ്പോഴും അത് കാണുമ്പോൾ ചിരിക്കാത്ത ഒരാൾ പോലും മലയാളത്തിൽ ഉണ്ടാവില്ല. നോക്ക് മണി, ഇതായതാണ്. പ്രേമിച്ചു പ്രേമിച്ചു നിന്നെ ഞാനൊരു ദേവസ്ത്രീയാക്കും. മുൻകോപക്കാരി മുഖം മറയ്ക്കും നിന്റെ മനസ്സൊരു മുല്ലപ്പൂങ്കാവോ. കൊല്ലുന്നില്ല. മണി, ഇതാണ് മണി. ഇതാണ് മണി. അതെന്താ പറയുക സാറേ, ഇന്നൊരു സിനിമാ നടൻ തെങ്ങിന്റെ മുകളിൽ കയറില്ല. അത് പാലക്കാടൻ കാറ്റ് വീശണ സമയമാണ്. തെങ്ങിന്റെ തല ആടിക്കൊണ്ടിരിക്കുക. ഒരു പക്ഷെ എനിക്ക് അതിന് മുകളിൽ തെങ്ങിൽ കള്ള് ഉള്ളതുകൊണ്ടായിരിക്കും തെങ്ങിന്റെ തല ആടിക്കൊണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നണേ. കള്ളല്ലേ, അതുകൊണ്ട് തെങ്ങിനും പറ്റായിട്ട് തെങ്ങും ആടിക്കൊണ്ടിരിക്കുകയായിരിക്കും. മണിയെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് എന്താ പറയുക, ശ്രദ്ധേയനാക്കി മാറ്റി. ഇതിനകത്ത് ഒരു ഗായകന്റെ വേഷമുണ്ട്, നല്ലൊരു വില്ലന്റെ വേഷമുണ്ട്, നല്ലൊരു സഹനടന്റെ വേഷമുണ്ട്. 3 വേഷം ഒരുമിച്ച് തന്നാണ് നല്ലൊരു കുറുമ്പന്റെ വേഷമുണ്ട്. ഇതാണ് അതായത് ഈ കറമ്പനായ കുറുമ്പൻ. ഇതാണ് മണി. ആ വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോയി സാറ് തന്നതാ. പാവന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ്. അദ്ദേഹം ആ പാലത്തിൻ്റെ അടിയിൽ, ഷൊർണൂർ പാലത്തിൻ്റെ അതായത് അവിടുത്തെ ഭാരതപ്പുഴയുടെ അടിയിലിരുന്നിക്ക് ആ വേഷം പറഞ്ഞു തരുമ്പോൾ ഞാൻ പേടിച്ചിരുന്ന ഇതെങ്ങനെ അഭിനയിക്കും എന്നുള്ളതാണ്. ഈ പടത്തിലൂടെ രക്ഷപ്പെട്ട ആൾക്കാരാണ് കലാഭവൻ മണി, ദിലീപ്, മഞ്ജു വാര്യർ, മനോജ് കെ ജയൻ. എത്രയോ ആർട്ടിസ്റ്റുകൾ ഇവിടെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നമ്മൾ ഇത്രയും ജോലി ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടല്ലേ ഇവിടെ എത്തിയത്. ഇതാണോ മണി യഥാർത്ഥത്തിൽ? ഞാൻ ഇത് തന്നെയാണ്. പിന്നെ മണി ഇപ്പോഴും മണിയുടെ ദാരിദ്ര്യത്തെക്കുറിച്ചും പഴയകാലത്തെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ചാലക്കുടിയെക്കുറിച്ചും പറയുമ്പോൾ മണിയുടെ മനസ്സിലെ നന്മയാണ് ഞങ്ങൾ കാണുന്നത്. ഞാനത് വീണ്ടും വീണ്ടും അടിവരിടാൻ കാരണം എന്ന് വെച്ചാൽ മണിയുടെ ഒരു എന്താ പറയണ്ടേ, ആ സ്വഭാവം നമ്മൾ അനാവരണം ചെയ്യുമ്പോൾ മണിയിലുള്ള വിനയം, മണിയിലുള്ള പച്ചമണ്ണിൽ ചവിട്ടി നിൽക്കുന്നൊരു മനുഷ്യൻ്റെ ഭാവം, അത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഈ രംഗത്തിൻ്റെ ഒരു മനോഹരത ഇവിടെ മാത്രം അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും പ്രണയകാലം കൂടിയായിരുന്നു. അതേ തുടങ്ങുന്നത് എവിടെയാണോ? അതെയോ? അത് ആ കല്യാണത്തിന് മണിക്കൊരു പങ്കുണ്ട്. അത് സത്യം. ഞങ്ങൾ ഒരുമിച്ചാണ്. അതൊക്കെ സത്യം. ഒരുപാട് സൂത്രവിദ്യ പറഞ്ഞു കൊടുത്തത് മണിയാണ്. സൂത്രവിദ്യ ഒന്നും എനിക്ക് അങ്ങനത്തെ സൂത്രവിദ്യ, എനിക്ക് തന്നെ ഒരു പെണ്ണ് കിട്ടണല്ലേ, പിന്നെ ഞാൻ സൂത്രവിദ്യ പറഞ്ഞു കൊടുക്കുന്നത്. മണി നന്നായി സഹായിച്ചവരെ കല്യാണം കഴിക്കാൻ. തീർച്ചയായിട്ടും. ഞാനും ദിലീപും മഞ്ജുവും അവരായിട്ട് അത്രയും നല്ല ബന്ധമായിരുന്നു. എന്നെ കൊണ്ടാകാവുന്ന സഹായങ്ങളല്ല. ഞാൻ എന്തെങ്കിലും തരത്തിൽ സാഹസികമായ വല്ല കൃത്യങ്ങൾ അനുഷ്ഠിച്ചു? സാഹസികോ അത് പേപ്പറിൽ അറിയാമായിരുന്നില്ലേ? ഇവിടെ നോക്കിയിരിക്കല്ല എല്ലാവരും നോക്കിയിരിക്കുക. സാറേ, പേപ്പർ എന്ന് പറഞ്ഞ സാധനം ഏറ്റവും കൂടുതൽ മരിച്ച കോളം ആരും വായിക്കാറില്ല. കുറേ ഫോട്ടോകളുണ്ടാവും. മരിച്ച കോളം ശവക്കോട്ട എന്നാണ്, പേപ്പർ എന്നാണ് അതിൻ്റെ ഞാട്ടാണ് പേര്. ചില ആൾക്കാർ ഇപ്പോഴും മരിച്ചു എന്നുള്ളത് ഇഷ്ടമില്ലാണ്ട പേപ്പറിലിരിക്കണത്. ഞാൻ മരിച്ചോ? ചിലർ മരിച്ചിട്ടില്ലല്ലോ, അതൊക്കെ ചത്തുപോയ ആൾക്കാരാ. ഇങ്ങനെയുള്ള വാർത്തകൾ വായിക്കാൻ വേണ്ടിയാണ് ആൾക്കാർക്ക് ഇഷ്ടം. മസാലകൾ, മറ്റു കാര്യങ്ങളെന്താ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? നല്ല കാര്യമല്ലേ രണ്ടുപേർ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു? അതൊക്കെ നല്ല കാര്യം തന്നെയാണ്.